വൈദ്യം പറഞ്ഞ വിഷമം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇന്നും ഒക്കെ എന്തൊക്കെ പുരോഗതി അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇന്നും ദാരിദ്ര്യം വിട്ടുമാറാത്ത ഒരുപാട് പ്രദേശങ്ങളുണ്ട്, കുടുംബങ്ങളുണ്ട്, ഇല്ലേ മൊയ്തീൻ? കാരണം ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വകയില്ലാത്ത ആ സമയത്ത് ഇതിൻ്റെ ഒരു ധൂർത്ത്, ഈ ആരാധകൻ എന്ന പേരിൽ പാലൊഴിക്കുക, അവിടെ ഇങ്ങനെ വേസ്റ്റ് ചെയ്ത് കളയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ധാർമ്മിക രോഷമാണ് മൊയ്തീൻ്റെ. ആരാധകൻ എന്ന വാക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് യോജിപ്പില്ല. ഈ താരങ്ങളോടുള്ള അമിതമായിട്ടുള്ള ഒരു ആവേശം, അതിൻ്റെ പിന്നിൽ എന്തായിരിക്കാം, മനഃശാസ്ത്രപരമായിട്ട് എന്തായിരിക്കാം എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, സിനിമയെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പലരും സ്വപ്നം കാണുന്നത് ഒരു സിനിമാ നടനാകാനാണ്. അവരുടെ മനസ്സിൽ അവരുടെ ഒരു ഫേവറേറ്റ് ഹീറോ ആദ്യം മനസ്സിലങ്ങ് പ്രതിഷ്ഠിക്കും. ആ നടൻ്റെ പാത പിന്തുടരാൻ അവർ താല്പര്യപ്പെടും. അതിൻ്റെ ആവേശത്തിൽ അതിൽ ഭ്രമിച്ചങ്ങോട്ട് നടക്കും. സിനിമയ്ക്കകത്ത് കയറാൻ ആഗ്രഹമുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. എത്ര പേർക്കാണ് സിനിമയിലൊന്ന് മുഖം കാണിക്കാൻ അവസരം കിട്ടുന്നത്? എല്ലാവരും പ്രതീക്ഷയായിട്ട് കഴിയാണ്, ഇന്നല്ലെങ്കിൽ നാളെ. അവരുടെ മുന്നിൽ ബസ് കണ്ടക്ടറായ രജനീകാന്ത്, ശിവാജി റാവ് ഗൈക്വാഡ് എന്ന ബസ് കണ്ടക്ടർ സൂപ്പർ താരമായി മാറാമെങ്കിൽ പാടത്ത് പണിയെടുക്കുന്ന എനിക്കും എന്തുകൊണ്ട് നാളെ ഒരു നായകനായിക്കൂടാ? അല്ലെങ്കിൽ ഇതേപോലെ സാധാരണക്കാരനായി നടന്ന എന്നാര് സൂപ്പർ താരമായെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് സൂപ്പർ താരമായിക്കൂടാ? അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു അഡ്വക്കേറ്റ് സിനിമാ നടനായി സൂപ്പർ സ്റ്റാറായി മമ്മൂക്ക. അഡ്വക്കേറ്റ്സിൽ എത്രയോ പേര് നല്ല സൗന്ദര്യമുള്ള അഡ്വക്കേറ്റ്സ്, എന്നല്ലെങ്കിൽ നാളെ ഞാനും ഹീറോ ആണെന്ന് സങ്കല്പിച്ച് നടക്കുന്ന എത്രയോ അഡ്വക്കേറ്റ്സ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു കോളേജ് അധ്യാപകൻ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കലാകാരന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ മനസ്സിൽ സിനിമ ഒരു സ്വപ്നമാണ്. ഈ സ്വപ്ന ലോകത്തിലേക്ക് കടന്നു വരാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. പലർക്കും കഴിയുന്നില്ല. അതിൻ്റെ നിരാശയുണ്ട്, അതിൻ്റെ ഒരു വിഷമമുണ്ട്. പക്ഷേ അവർ അത് സിനിമ കാണുമ്പോൾ അതിൽ ആവേശം കൊണ്ട് ഈ വിഷമമൊക്കെ അവർ മറക്കുന്നു. അപ്പോൾ സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകൻ്റെ ആ ആവേശം ഇതേപോലെ നിലനിൽക്കേണ്ടത് സിനിമാ വ്യവസായത്തിൻ്റെ ആവശ്യമാണ്. അവിടെ സിനിമാ പ്രേക്ഷകർക്ക് മാതൃകയായി സിനിമാ രംഗത്തുള്ളവർ നിൽക്കണം. അതല്ലാതെ മോശമായിട്ടുള്ള പെരുമാറ്റം നടത്തിയാൽ, വഴിവിട്ട സഞ്ചാരം നടത്തിയാൽ അത് തെറ്റായ സന്ദേശമാകും ജനങ്ങൾക്ക് നൽകുക എന്ന തിരിച്ചറിവ് ഒരു നടനുണ്ടാകണം. നടൻ എന്ന് പറയുന്നത് അവനും ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരിക്കണം. അവൻ്റെ ലക്ഷ്യം സുതാര്യമായിരിക്കണം. ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി അവൻ കൈക്കൊള്ളുന്ന മാർഗവും സുതാര്യമായിരിക്കണം. നന്മയുടെ വഴിയിലേക്ക് സഞ്ചരിക്കാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്ന തരത്തിലായിരിക്കണം അവൻ്റെ സ്വകാര്യ ജീവിതവും അവൻ്റെ സ്ക്രീൻ ജീവിതവും. എങ്കിൽ മാത്രമേ ഇവിടെ ഒരു മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ആസ്വാദന സംസ്കാരം ഉണ്ടാവൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ അല്പം സീരിയസ് ആണെങ്കിലും ഇത് ഇതേപടി തന്നെ നിലനിർത്തണം. നർമ്മത്തിൻ്റെ പിന്നാലെ പോയി ഇതിൻ്റെ ആത്മാർത്ഥതയും ആത്മാവും നഷ്ടപ്പെടുത്തരുതെന്നൊരു അഭ്യർത്ഥനയോടെ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ.